കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുധീഷിന്റെ വീട്ടിലെ റിസപ്ഷനൊക്കെ കഴിഞ്ഞ് ആകെ തിരക്കിലാണ് എല്ലാവരും. പന്തലൊക്കെ അഴിച്ച് വണ്ടിയിൽ കയറ്റുന്ന തിരക്കിനിടയിൽ തന്നെ സുഭാഷ് പണിക്കാർക്ക് ബാക്കി കൊടുക്കാനുള്ള കാശ് എണ്ണിക്കൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ട് തന്നെ ഹരീഷിന് ചെറിയൊരു ആദി. ചേട്ടാ, കയ്യിൽ കാശുണ്ടോ? കുറേ ചിലവായതല്ലേ? അവൻ ചോദിച്ചു. അതൊക്കെ ഉണ്ട് ഹരീഷേ, നീ അതോർത്തിട്ടൊന്നും വിഷമിക്കേണ്ട. പരിപാടി നന്നായി നടന്നില്ലേ, അത് മതി എന്ന് പറഞ്ഞ് സുഭാഷ് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പന്തൽ സാധനങ്ങളുമായി വണ്ടി നീങ്ങുമ്പോഴാണ് സുഭാഷിന്റെ വല്യച്ഛൻ ഗംഗാധരനും അമ്മായും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. വന്ന പാടെ ഗംഗാധരൻ കട്ടക്കലിപ്പിലാണ്. ആരോട് ചോദിച്ചിട്ടാടാ നീ ഈ വീട്ടിൽ പന്തലിട്ടത് എന്നായി അയാളുടെ ചോദ്യം. ഈ വീടിനെ ചൊല്ലി കോടതി കേസ് നടക്കുന്നത് നിനക്കറിയില്ലേ? ഇതൊക്കെ ഞങ്ങളുടെ സ്ഥലമാണെന്നും തന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ എങ്ങനെ പന്തലും സ്റ്റേജും കെട്ടിയെന്നൊക്കെ അയാൾ തട്ടിക്കയർത്തു. താൻ ചോദിക്കാൻ വന്നപ്പോൾ വല്യച്ഛൻ അവിടെ ഉണ്ടായില്ലായിരുന്നോ എന്നും വീടിന്റെ മുന്നിൽ ഒരു പന്തലല്ലേ എന്ന് വിചാരിച്ച് ചോദിക്കാൻ നിൽക്കാത്തതാണെന്നും സുഭാഷ് മറുപടി പറയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ വെറും കള്ളമാണെന്ന് അമ്മായി കൂട്ടിച്ചേർത്തു. പന്തലല്ലേ കെട്ടിയുള്ളൂ, അതിനിപ്പോൾ എന്താ? പന്തലഴിച്ചു പോയില്ലേ, സ്ഥലം ഇവിടെ തന്നെയുണ്ടല്ലോ എന്ന് ഭാസ്കരൻ അവിടെ നിന്നും വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ ഹരീഷ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇതൊക്കെ വെറുതെ വഴക്കുണ്ടാക്കാൻ വരുന്നതാണ് ചേട്ടാ. റിസപ്ഷൻ നന്നായി നടന്നത് കണ്ട് ഇവർക്കൊന്നും സഹിക്കാൻ പറ്റാതെ വന്നതാണ്. അവൻ ദേഷ്യപ്പെട്ടു. ഗംഗാധരൻ വീണ്ടും ചൂടായി. വായടച്ച് മിണ്ടാതിരിക്കടാ എന്ന് അവനെ വിരട്ടി. ഒടുവിൽ പ്രശ്നം തീർക്കാൻ വേണ്ടി സുഭാഷ് മാപ്പ് ചോദിക്കുന്നുണ്ട് എങ്കിലും ഗംഗാധരൻ അടങ്ങിയില്ല. പന്തലിട്ടതിന് വാടക വേണമെന്ന് പറയാണ് ഗംഗാധരൻ. അപ്പോൾ കാര്യം അതായിരുന്നു അല്ലേ എന്ന് ഭാസ്കരൻ പരിഹസിക്കുമ്പോൾ ബിരിയാണി വെച്ച അടുപ്പിലെ കരിയെടുത്ത് കൊണ്ടുപോയിക്കോ എന്ന് അയാൾ കളിയാക്കി പറഞ്ഞു. പക്ഷേ ഗംഗാധരൻ വിടാഭാവമില്ലായിരുന്നു. മര്യാദയ്ക്ക് 20,000 രൂപ എടുക്കുകയെന്ന് അയാൾ ഡിമാൻഡ് ചെയ്തു. തരില്ലെന്ന് ഹരീഷ് തറപ്പിച്ചു പറയുമ്പോൾ അമ്മായി നിധിയെയും സുധീഷിനെയും പരിഹസിക്കാൻ തുടങ്ങി. എവിടുന്നോ ഒരു പണക്കാരി പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നിട്ട് നാട്ടുകാരെ കാണിക്കാൻ ഷോ കാണിച്ചതല്ലേ? നിങ്ങളുടെ കഥ അറിഞ്ഞ ആ പെണ്ണ് ഇവിടെ നിൽക്കുമോ, അതോ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും ഓടിപ്പോകുമോ എന്ന അവരുടെ വാക്ക് കേട്ട് ഹരീഷ് വീണ്ടും പൊട്ടിത്തെറിച്ചു. ഗംഗാധരൻ തൻ്റെ ചെടികൾ നശിപ്പിച്ചു എന്നും പറഞ്ഞ് ബഹളം വെച്ച് ഒടുവിൽ വീട്ടു സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് എറിയാനൊരുങ്ങി. ഇത് തടയാൻ പോയ ഭാസ്കരനുമായി ഉന്തും തള്ളുമായി. അതിനിടയിൽ ഭാസ്കരൻ ഗംഗാധരനെ തള്ളുമ്പോഴേക്കും അയാൾ വീണ് നെറ്റിമുറിഞ്ഞ് ചോര വന്നു. എൻ്റെ ചേട്ടനെ കൊല്ലുന്നേ എന്നൊക്കെ നിലവിളിച്ചു കൊടുത്തതിന് അമ്മായി ആകെ ബഹളമുണ്ടാക്കി. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. ഗംഗാധരനെ കൊണ്ട് അവിടെ നിന്നും പോവാണ്. മറുഭാഗത്ത് നിധിയും സുധീഷും ഒരു ഹോസ്റ്റൽ പോലും കിട്ടാതെ ആകെ അലഞ്ഞു നടക്കുകയാണ്. ID പ്രൂഫ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലായിടത്തും അവരെ അവിടെ നിന്നും ഇറക്കി വിടുന്നു. ഒരു റൂം കിട്ടുന്നതിന് ഇത്ര പാടുള്ള പണിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് നിധി തളർച്ചയോടെ തന്നെ പറഞ്ഞു. സുധീഷ് തൻ്റെ വീട്ടിലേക്ക് വരാൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും നിധി വിട്ടുകൊടുക്കാതെ PG അക്കോമഡേഷൻ നോക്കാമെന്നും പറഞ്ഞു. സുധീഷിൻ്റെ ഫോണെടുത്ത് ഓൺലൈൻ തപ്പി അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ അവർ പോകുന്നുണ്ട് എങ്കിലും അവിടെയൊക്കെ ID പ്രൂഫ് ചോദിച്ചപ്പോൾ നിധി ആകെ നിരാശയാവുന്നു. ഒറിജിനൽ വേണമെന്നില്ല, ഫോട്ടോസ്റ്റാറ്റ് ആയാലും മതിയെന്ന് അവർ പറഞ്ഞിട്ടും നിധിയുടെ കയ്യിൽ ഒന്നുമില്ലാത്തതിനാൽ അവിടെ റൂം കിട്ടുന്നില്ല. അങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്ന നിധിക്ക് സുധീഷ് ഒരു ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്ത് ആശ്വസിപ്പിക്കുന്നുണ്ട്. തൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ വീട്ടിൽ മറന്നുവെച്ചതിനെ നിധി പഴിക്കുന്നു. തൻ്റെ വലിയ സ്വപ്നങ്ങളെല്ലാം ഇല്ലാതായല്ലോ എന്ന് പറഞ്ഞ് അവൾ കരയുമ്പോൾ സുധീഷ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഒടുവിൽ നിധി സുധീഷിനോട് തൻ്റെ സ്വർണ്ണവള ഊരി നൽകിയിട്ട് ഇത് പണയം വെച്ച് കുറച്ച് കാശ് വേണമെന്ന് ആവശ്യപ്പെട്ടു. സുധീഷ് ആദ്യം എതിർക്കുന്നുണ്ട് എങ്കിലും ഒടുവിൽ സുധീഷ് അവളുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് തന്നെ അവർ ഒരു പണക്കടയിൽ പോകുന്നു. അവിടെയുള്ളവർ അവർ ഭാര്യാഭർത്താക്കന്മാരാണോ എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് അതേ എന്ന് മറുപടി പറഞ്ഞു. വളക്ക് കുറഞ്ഞ വിലയെ അയാൾ പറയുന്നുള്ളൂ. എങ്കിലും സുധീഷ് നല്ലതുപോലെ സംസാരിച്ചിട്ട് 75,000 രൂപ ഒപ്പിച്ചു കൊടുത്തു. പണം വാങ്ങി പുറത്തേക്ക് വന്ന നിധി സുധീഷിനോട് വണ്ടി ഓടിച്ചതിനും മറ്റും എത്ര പണമായി എന്ന് ചോദിക്കുമ്പോൾ സുധീഷിന് ശരിക്കും സങ്കടം വന്നു. എന്നെ വെറും ഒരു ഡ്രൈവറായിട്ടാണോ നിധി കാണുന്നത് എന്ന് അവൻ ചോദിക്കുന്നുണ്ടെങ്കിലും നിധി 25,000 രൂപ എടുത്ത് അവൻ്റെ കയ്യിലേക്ക് നിർബന്ധിച്ച് ഏൽപ്പിക്കുന്നു. താൻ നല്ലൊരു ഫ്രണ്ടാണ്, പക്ഷേ എല്ലാ ചെലവും താൻ തന്നെ എടുക്കുന്നത് ശരിയല്ല എന്ന് നിധി പറയുമ്പോൾ സുധീഷ് ആ കാശ് വാങ്ങുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിൽ വലിയ സങ്കടമായിരുന്നു. ഞാൻ ഇവളെ ഒരു രാജ്ഞിയെപ്പോലെ കാണുമ്പോൾ ഇവൾ എന്നെ വെറും ഒരു ടാക്സി ഡ്രൈവറായിട്ടാണല്ലോ കാണുന്നത് എന്ന് അവൻ ഓർത്തു. ഇതേ സമയം നിധിയുടെ വീട്ടിൽ അച്ഛൻ രാജീവ് വളരെയധികം വിഷമത്തിലായിരുന്നു. ബിസിനസ് കാര്യങ്ങൾ നോക്കാൻ അരുൺ ആവശ്യപ്പെടുമ്പോഴൊക്കെ പുറത്തിറങ്ങാനുള്ള മടി കാരണം അയാൾ ഒഴിഞ്ഞു മാറുന്നു. നാട്ടുകാർ പരിഹസിക്കുമെന്ന് ഹേമ ഓർമ്മിപ്പിക്കുമ്പോൾ അരുൺ അവരെ കുറ്റപ്പെടുത്തി. സാന്ദ്ര നിധിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിധി സുധീഷിനൊപ്പം നിൽക്കുന്ന വീഡിയോ അരുൺ കാണിച്ചു കൊടുക്കുമ്പോൾ എല്ലാവരും ഞെട്ടി. നമ്മളിവിടെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവർ അവിടെ ആഘോഷിക്കുകയാണ് എന്ന് അരുൺ ദേഷ്യത്തോടെ പറഞ്ഞു. രാജീവ് ആ വീഡിയോ കണ്ടതിന് ശേഷം ഒന്നും മിണ്ടാതെ തൻ്റെ മുറിയിലേക്ക് പോയി. ഹേമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ നിധിയുടെ അവസ്ഥയോർത്ത് സങ്കടപ്പെടുന്നു. ഒടുവിൽ നിധിയും സുധീഷും തിരികെ സുധീഷിൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി.
ഹോസ്റ്റൽ തിരഞ്ഞ കാര്യം ആരോടും പറയണ്ട എന്നും അത് മറ്റുള്ളവർക്ക് സങ്കടമാവുമെന്നും സുധീഷ് നിധിയെ ഓർമ്മിപ്പിച്ചു. അവൾ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ഗംഗാധരൻ പോലീസുമായി അങ്ങോട്ടേക്ക് വരുന്നത്. ഭാസ്കരനെ അറസ്റ്റ് ചെയ്യാനാണ് അവരുടെ വരവ്. അബദ്ധത്തിൽ പറ്റിയതാണെന്ന് സുഭാഷ് പറയുന്നുണ്ട് എങ്കിലും ഭാസ്കരൻ ദേഷ്യത്തോടെ തന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് എന്നും ഇങ്ങനെയുള്ളവർ ഭൂമിക്ക് ഭാരമാവുമെന്നും വിളിച്ചു പറഞ്ഞ് സ്വയം പോലീസ് വണ്ടിയിൽ കയറി പോകുന്നു. അച്ഛനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നതും കണ്ടുകൊണ്ട് തന്നെ ആർക്കും ഒരു ടെൻഷനുമില്ലാതെ അതിങ്ങനെ കണ്ടു നിൽക്കുന്നത് കണ്ട് നിധി ആകെ അമ്പരന്ന് ഉമ്മറത്ത് തന്നെ നോക്കി നിൽക്കണേ. അങ്ങനെ ഭാസ്കരൻ ജയിലിലായതോടുകൂടി തന്നെ ഗംഗാധരൻ അമ്മായും കൂടുതൽ കരുത്താർജിക്കുന്നു. ഇനി ഈ വീട് ഞങ്ങളുടേതാണ്, നിങ്ങൾ ഓരോരുത്തരായി പടിയിറങ്ങേണ്ടി വരുമെന്നൊക്കെ അവർ ഭീഷണിപ്പെടുത്തി. എന്നാൽ സുധീഷ് തൻ്റെ സൗമ്യമായ സ്വഭാവം വിട്ട് ആദ്യമായി തന്നെ പ്രതികരിക്കുന്നു. തൻ്റെ അച്ഛനെ കുടുക്കിയവർക്കെതിരായി നിയമപരമായി തന്നെ നീങ്ങാൻ അവൻ തീരുമാനിക്കുന്നു. ഇതിനിടയിൽ തന്നെ നിധി തൻ്റെ പക്കലുള്ള 50,000 രൂപ സുഭാഷിനെ ഏൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് അച്ഛനെ ജാമ്യത്തിലിറക്കാൻ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞ് അവൾ നിർബന്ധിക്കുമ്പോൾ ആ വീട്ടിലെ മരുമകളായി അവളെ എല്ലാവരും മനസ്സാൽ അംഗീകരിച്ചു തുടങ്ങി. പിന്നീട് ജോലി കിട്ടണമെങ്കിൽ സർട്ടിഫിക്കറ്റുകളൊക്കെ നിർബന്ധമാണെന്ന് മനസ്സിലാക്കിയ നിധി ആരും കാണാതെ തൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചു. സുധീഷ് അവൾക്ക് കൂട്ടിന് പോകുന്നു. അർദ്ധരാത്രിയിൽ തൻ്റെ സ്വന്തം വീടിൻ്റെ മതിൽ ചാടി അകത്തേക്ക് കയറി ചെന്ന നിധി തൻ്റെ പഴയ മുറിയിൽ നിന്നും സർട്ടിഫിക്കറ്റുകളെല്ലാം കണ്ടെത്തുന്നു. എന്നാൽ തിരികെ ഇറങ്ങാൻ നേരം അച്ഛൻ രാജീവൻ അവിടെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ നിധി ആകെ തകർന്നുപോയി. പക്ഷേ ദേഷ്യപ്പെടുമെന്ന് കരുതിയ രാജീവ് നിശബ്ദനായി അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലെ സങ്കടം കണ്ട നിധി ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ഓടിയിറങ്ങി. സർട്ടിഫിക്കറ്റുകളെല്ലാം കയ്യിൽ കിട്ടിയതോടുകൂടി തന്നെ നിധി ഒരു പ്രമുഖ ആർക്കിടെക്റ്റ് ഫേമിൽ ഇൻ്റർവ്യൂവിന് പോകുന്നു. അവളുടെ കഴിവ് കണ്ട് അവർ ഉടനെ തന്നെ ജോലി നൽകി. ആദ്യമായി കിട്ടിയ അപ്പോയിൻമെൻ്റ് ഓർഡറുമായി അവൾ നേരെ പോകുന്നത് ജയിലിൽ നിന്നും ജാമ്യത്തിലിറങ്ങിയ ഭാസ്കരൻ്റെ അടുത്തേക്കാണ്. ഇനി അച്ഛൻ വിഷമിക്കേണ്ട, ഇവിടെ കേസ് നടന്നാലും വല്യച്ഛന് കൊടുക്കാനുള്ള പണം നൽകാനും എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട് എന്ന് അവൾ പറയുമ്പോൾ ഭാസ്കരൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സുധീഷിനോടുള്ള നിധിയുടെ മനോഭാവത്തിൽ മാറ്റം വരുന്നത് അവിടെ നിന്നായിരിക്കും. വെറും ഒരു ഡ്രൈവർ എന്നതിലുപരി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ കൂടെ നിന്ന ഒരാളായി തന്നെ അവൾ അവനെ കാണാൻ തുടങ്ങി. എന്നാൽ ഇതേ സമയം നിധി ചതിച്ച സൂര്യ അവളെ തകർക്കാൻ പുതിയ പദ്ധതിയുമായി സുധീഷിൻ്റെ ഗ്രാമത്തിലേക്ക് എത്തിയിരുന്നു. നിധി ശരിക്കും സുധീഷിൻ്റെ ഭാര്യയല്ല എന്ന സത്യം നാട്ടുകാരെ അറിയിക്കാനാണ് സൂര്യയുടെ നീക്കം. ഇത് സുധീഷിൻ്റെയും നിധിയുടെയും ജീവിതത്തിൽ പുതിയൊരു കൊടുങ്കാറ്റ് ഉയർത്തുന്നുണ്ടായിരുന്നു. നിധി തിരുവനന്തപുരത്ത് സുരക്ഷിതയാണെന്നും ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെന്നറിഞ്ഞ സൂര്യ അടങ്ങി നിന്നില്ല. അവൻ സുധീഷിൻ്റെ ഗ്രാമത്തിലേക്കെത്തി സുധീഷിൻ്റെ വീട്ടുകാരെയും നാട്ടുകാരെയും കൂട്ടി അവൻ വലിയൊരു പ്രശ്നമുണ്ടാക്കി. ഇവർ ശരിക്കും കല്യാണം കഴിച്ചവരല്ല, നിങ്ങളെല്ലാവരെയും ചേർന്ന് ഇവർ പറ്റിക്കാണ് എന്നവൻ നാട്ടുകാരോടൊക്കെ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട് ഹരീഷും നികേഷും ഒക്കെ ആകെ ഞെട്ടിപ്പോയി. ഈ ബഹളത്തിനിടയിലേക്കാണ് നിധി കടന്നു വരുന്നത്. അവൾ സൂര്യയുടെ മുഖത്തേക്ക് നോക്കി ഉറക്കെ പറയുന്നു, ഞങ്ങൾ തമ്മിൽ നിയമപരമായി തന്നെ കല്യാണം കഴിച്ചിട്ടില്ലായിരിക്കാം, പക്ഷേ ഈ നിമിഷം മുതൽ ഞാൻ സുധീഷിൻ്റെ ഭാര്യയാണ്. എന്നെ ഒരു ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിയവളെന്ന് വിളിച്ചോളൂ, പക്ഷേ നിന്റെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് ഈ വീട്ടിൽ പട്ടിണി കിടക്കുന്നത് തന്നെയാണെന്ന് വിളിച്ചു പറയാട്ടോ നിധി. നിധിയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് സുധീഷിൻ്റെ വീട്ടുകാർക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷമാവാണ്. സൂര്യ നാണം കെട്ട് അവിടെ നിന്നും പോയി. അങ്ങനെ സൂര്യ നാണം കെട്ട് അവിടെ നിന്നും പോയതിനു ശേഷം സുധീഷും നിധിയും ഒറ്റയ്ക്ക് സംസാരിക്കുകയായിരുന്നു. നിധി താൻ കൊടുത്ത പണം സുധീഷിനെ കൊണ്ട് തിരികെ വാങ്ങിപ്പിക്കുന്നു. സുധീഷ്, ഇതുവരെ ഞാൻ നിങ്ങളെ ഒരു സുഹൃത്തായിട്ട് മാത്രമാണ് കണ്ടത്, പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്ത് നിങ്ങളാണെന്ന്. സുധീഷ് ചിരിച്ചുകൊണ്ട് തന്നെ അവളുടെ കൈ പിടിച്ചു. ഞാൻ നിന്റെ വെറും ഒരു ഡ്രൈവർ മാത്രമല്ലേ നിധിയെന്ന് അവൻ തമാശയായി ചോദിക്കുന്ന സമയത്തന്നെ അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു. സുധീഷിൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. അവൻ തൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച പ്രണയം ആദ്യമായി അവളുടെ മുന്നിൽ വെളിപ്പെടുത്തി. ഞാൻ നിന്റെ വെറും ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നില്ലേ എന്ന് അവൻ വീണ്ടും ചോദിക്കുന്ന സമയത്ത് തന്നെ നിധി അവൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, നീ എൻ്റെ ജീവൻ്റെ പാതിയാണെന്ന് പറയും. അങ്ങനെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.